റാംഷാ, അപ്പോൾ 8 ദിവസം ഈ മന്ത്രി ഈ കുടുംബങ്ങളോട് സംസാരിച്ചിട്ടില്ല. നീണ്ടകരയിലേക്കോ മുതലപ്പുഴയിലേക്കോ തിരുവനന്തപുരത്തേക്കോ പോയിട്ടില്ല. ഈ മന്ത്രിക്ക് ഇപ്പോഴും എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് മനസ്സിലായിട്ട് പോലുമില്ല. കാര്യം ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം അദ്ദേഹത്തിനില്ല. അങ്ങനെ ഉത്തരം ഉണ്ടായിരുന്നെങ്കിൽ ഇത്ര നിസ്സഹായനായി അവിടെ ഇരിക്കുകയും ചോദ്യങ്ങൾ ചോദിച്ചു തീരുകയും ഉത്തരങ്ങൾ പറഞ്ഞു തീരുന്നതിന് മുമ്പ് എണീറ്റ് പോവേണ്ടിയും വരില്ലായിരുന്നു. അദ്ദേഹം പറഞ്ഞതിൽ നിന്ന് എന്തെങ്കിലും തൃപ്തികരമായ ഒരു മറുപടി നമുക്ക് ലഭിച്ചിട്ടുണ്ടോ റാംഷാ? ഷിഹാസ്, ചോദ്യങ്ങൾക്ക് മന്ത്രി ആകെ പറഞ്ഞൊരു മറുപടി തിരച്ചിൽ നടക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ അന്വേഷിക്കണം എന്നതാണ്. അപ്പോഴും നമ്മൾ ഉൾപ്പെടെ ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്, തിരച്ചിൽ നടക്കുന്നുണ്ട് എന്നത് അവരെ കൂടി, ആ കുടുംബങ്ങളെ കൂടി ബോധ്യപ്പെടുത്തുക എന്നത് സർക്കാരിന്റെ ഉത്തരവാദിത്തമല്ലേ എന്ന് നമ്മൾ ആവർത്തിച്ച് ചോദിക്കുമ്പോഴും മന്ത്രി അതിനോടൊന്നും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. ആകെ പറഞ്ഞിരിക്കുന്നത് അവിടെ തിരച്ചിൽ നടക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ അന്വേഷിക്കൂ എന്ന കാര്യം മാത്രമാണ്. ഈ 8 ദിവസമായിട്ടും ഈ കുടുംബങ്ങളെ നേരിട്ട് സന്ദർശിക്കാത്തത് എന്ത് എന്ന ചോദ്യത്തിന് മന്ത്രി പറഞ്ഞ ഉത്തരം അവിടെ ഉദ്യോഗസ്ഥർ, അതായത് കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ കുടുംബങ്ങളുമായി നിരന്തരം കമ്മ്യൂണിക്കേഷൻ നടത്തുന്നുണ്ട് എന്നതായിരുന്നു. നീണ്ടകരയിലുള്ള കുടുംബങ്ങളെ ഇന്ന് ഈ 8ാം ദിവസം താൻ ബന്ധപ്പെട്ടു എന്നുകൂടി മന്ത്രി പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും മുതലപ്പുഴയിലെ കുടുംബങ്ങളെ ബന്ധപ്പെട്ടിട്ടില്ല എന്നതുകൂടിയാണ് അതിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്. ഏതായാലും ഇക്കാര്യത്തിൽ മന്ത്രിക്ക് തന്നെ ഒരു വ്യക്തത കുറവുണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം അവിടെ എന്താണ് നടക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായി ഈ 8 ദിവസം കഴിഞ്ഞിട്ട് പോലും ഇപ്പോഴും വിശദീകരിക്കാൻ മന്ത്രിക്ക് കഴിയുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ആകെ പറയുന്നത് അവിടെ തിരച്ചിൽ നടക്കുന്നുണ്ട്, അവിടെ കാര്യമായി തിരച്ചിൽ നടക്കുന്നുണ്ട്, അത് ഉദ്യോഗസ്ഥർ കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട് എന്ന കാര്യം മാത്രമാണ് മന്ത്രി ഇപ്പോഴും പറയുന്നത്. അവിടെ എന്താണ് നടക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായി മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടി പറയാൻ മന്ത്രിക്ക് കഴിയുന്നില്ല എന്നത് ഈ 8ാം ദിവസവും അങ്ങനെയാണ് എന്നതാണ് ഏറെ ദൗർഭാഗ്യകരമായ കാര്യം. ഒരു സർക്കാർ അധികാരമേറ്റൊരു മന്ത്രിസഭ അധികാരമേറ്റ ഒരു മന്ത്രി അധികാരമേറ്റതിനു ശേഷം കുറെ അധികം നാളുകൾക്ക് ശേഷമായിരിക്കും ഈ മന്ത്രി അത്ര പോരാ എന്ന് ജനങ്ങൾ പറഞ്ഞു തുടങ്ങുക. പക്ഷേ 2 മാസം പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ നമ്മുടെ ഫിഷറീസ് വകുപ്പ് മന്ത്രി അബ്ദുൽ ഗഫൂർ ഒരു തികഞ്ഞ പരാജയമാണ്, ഒരു തോൽവിയാണ് എന്ന് ജനങ്ങൾക്ക് മനസ്സിലായി തുടങ്ങിയിരിക്കുന്നു. ജനങ്ങൾ അത് പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു.